അക്ബർ ചക്രവർത്തിയുടെ പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വിചിത്രമായ കഥ വികസിച്ചു. അതിൽ സംസാരിക്കുന്ന ഒരു തത്തയും അദ്ദേഹത്തിന്റെ ബുദ്ധിമാനായ ഉപദേശകനായ ബീർബലിന്റെ ബുദ്ധിയും ഉൾപ്പെടുന്നു. ഒരു വിദേശദൂതൻ അക്ബർ ചക്രവർത്തിക്ക് അപൂർവവും മോഹിപ്പിക്കുന്നതുമായ ഒരു തത്തയെ സമ്മാനിച്ചതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. തത്തയുടെ ചടുലമായ തൂവലുകളും സംസാരം അനുകരിക്കാനുള്ള കഴിവും രാജസഭയെ മുഴുവൻ ആകർഷിച്ചു. അതുല്യമായ സമ്മാനത്തിൽ സന്തുഷ്ടനായ ചക്രവർത്തി എല്ലാവർക്കും അഭിനന്ദിക്കുന്നതിനായി തത്തയെ വലിയ മുറ്റത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. സംസാരിക്കുന്ന തത്തയെക്കുറിച്ചുള്ള വാക്കുകൾ രാജ്യത്തുടനീളം പരന്നു. താമസിയാതെ പക്ഷികളുടെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊട്ടാരത്തിലേക്ക് ഒഴുകിയെത്തി. തത്ത സ്വർണം പൂശിയ സ്റ്റാൻഡിലിരുന്ന് അതിൻ്റെ വാചാലമായ വാചകങ്ങളും രസകരമായ മിമിക്രികളും കൊണ്ട് രാജസഭയെ രസിപ്പിച്ചു. ഒരു ദിവസം അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കാരും തത്തയുടെ ചേഷ്ടകൾ ആസ്വദിച്ചപ്പോൾ ചക്രവർത്തിയുടെ മനസ്സിൽ ഒരു വിചിത്രമായ ആശയം കടന്നുപോയി. സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം തത്തയ്ക്കുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ബീർബൽ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു വെല്ലുവിളിക്ക് സദാ സന്നദ്ധനായ ബീർബൽ പ്രതികരിച്ചു. മഹാനായ പ്രഭോ, തത്തയുടെ ബുദ്ധി നമുക്ക് പരീക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സത്യങ്ങളും ചില തെറ്റായ പ്രസ്താവനകളും നമുക്ക് അവതരിപ്പിക്കാം. തത്തയ്ക്ക് അവ തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കാം. ഈ നിർദ്ദേശത്തിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ പദ്ധതി അംഗീകരിച്ചു. സംസാരിക്കുന്ന തത്തയുടെ ജ്ഞാനം കാണാനുള്ള ആകാംക്ഷയോടെ കോടതി ഒത്തുകൂടി. ചരിത്രപരമായ വസ്തുതകൾ മുതൽ സാങ്കല്പിക കഥകൾ വരെ നിരവധി പ്രസ്താവനകൾ നടത്തിയാണ് ചക്രവർത്തി ആരംഭിച്ചത്. തത്ത തീക്ഷ്ണമായ നോട്ടവും തലചെരിച്ചും ഓരോ പറച്ചിലുകളും ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു. പ്രസ്താവനകൾ പ്രവഹിക്കുമ്പോൾ തത്ത സത്യത്തെ അസത്യത്തിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പ്രകടിപ്പിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടു. കോടതി ശ്വാസമടക്കി നിരീക്ഷിച്ചു. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തത്ത ചക്രവർത്തിയുടെ പ്രസ്താവനകളോട് ഒരു പ്രതികരണവും കാണിക്കാതെ നിശബ്ദത പാലിച്ചു. കൊട്ടാരവാസികൾ അമ്പരപ്പിക്കുന്ന നോട്ടങ്ങൾ കൈമാറി. അറിഞ്ഞ പുഞ്ചിരിയോടെ ബീർബൽ തത്തയുടെ അടുത്തെത്തി. ബീർബൽ തുടങ്ങി, നമ്മുടെ തൂവലുള്ള സുഹൃത്ത് അതിൻ്റെതായ രീതിയിൽ ജ്ഞാനിയായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള കല അതിൻ്റെ കഴിവുകൾക്കപ്പുറമാണ്. സംഭവങ്ങളുടെ വഴിത്തിരിവിൽ രസിച്ച അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ നിരീക്ഷണം അംഗീകരിച്ചു. തീർച്ചയായും ബീർബൽ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും കാര്യങ്ങളിൽ തത്ത നിഷ്പക്ഷത പാലിക്കാൻ തീരുമാനിച്ചതായി തോന്നുന്നു. ഒരുപക്ഷെ ജ്ഞാനം പലവിധ രൂപങ്ങളെടുക്കും. കോടതി തത്തയുടെ കൂട്ടുകെട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊട്ടാര കവാടത്തിന് പുറത്ത് ബഹളം പൊട്ടിപ്പുറപ്പെട്ടു. അപൂർവവും അമൂല്യവുമായ രത്നം കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട് ഒരു കൂട്ടം വ്യാപാരികൾ ചക്രവർത്തിയുമായി ഒരു സദസ്സിനെ തേടി. കൗതുകത്തോടെ അക്ബർ അവർക്ക് പ്രവേശനം അനുവദിച്ചു. ആഭരണങ്ങൾ അലങ്കരിച്ച് ഒരു ചെറിയ പെട്ടിയുമായി അതിലെ വ്യാപാരിയുടെ തലവൻ ചക്രവർത്തിയുടെ അടുത്തെത്തി. മഹാനെ, ഞങ്ങൾ നിങ്ങൾക്കായി സമാനതകളില്ലാത്ത സൗന്ദര്യത്തിൻ്റെ ഒരു രത്നം കൊണ്ടുവരുന്നു. മാന്ത്രിക ഗുണങ്ങളുള്ള ഒന്ന്. അത് മുഴുവൻ രാജ്യത്തിനും ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരും. വ്യാപാരിയുടെ അവകാശവാദങ്ങളിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി സംസാരിക്കുന്ന തത്തയുടെ നേർക്ക് തിരിഞ്ഞു. പ്രിയ തത്ത, ഈ രത്നം തീർച്ചയായും വ്യാപാരി അവകാശപ്പെടുന്നതുപോലെ വിലപ്പെട്ടതോ മാന്ത്രികവുമാണോ എന്ന് ഞങ്ങളോട് പറയാമോ? തത്ത സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതുപോലെ വ്യാപാരിയുടെ കയ്യിലെ ചെറിയ പെട്ടിയിൽ നോക്കി. അത് പിന്നീട് കോർട്ടിലെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഒരു കൂട്ടം ശബ്ദങ്ങളും ചീവീടുകളും പുറപ്പെടുവിച്ചു. തത്തയുടെ പ്രതികരണത്തിൽ കൗതുകം തോന്നിയ അക്ബർ ചക്രവർത്തി വ്യാഖ്യാനത്തിനായി ബീർബലിലേക്ക് തിരിഞ്ഞു. ബീർബൽ ഒരു ആംഗ്യത്തോടെ പറഞ്ഞു, രാജാവേ, തത്ത ഒരു സന്ദേശം അറിയിക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നു. അതിൻ്റെ വാക്കുകൾ പരിഭാഷപ്പെടുത്താൻ എന്നെ അനുവദിക്കൂ. തത്തയുടെ വാക്കുകൾ ബീർബൽ മനസ്സിലാക്കിയപ്പോൾ അതിശയകരമായ ഒരു വെളിപ്പെട്ടു. തത്ത അതിൻ്റെ അതുല്യമായ രീതിയിൽ രത്നം മനോഹരമാണെങ്കിലും മാന്ത്രിക ഗുണങ്ങളൊന്നുമില്ലെന്ന് സൂചിപ്പിക്കുന്നു. പകരം സത്യസന്ധതയെയും വിനയത്തെയും കുറിച്ച് പഠിപ്പിക്കാൻ കഴിയുന്ന പാഠങ്ങളിലാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം. തത്തയുടെ അപ്രതീക്ഷിത വിളംബരത്തിൽ ഞെട്ടിപ്പോയ പ്രധാന വ്യാപാരി രത്നത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വിശദീകരിക്കാൻ ഇടഞ്ഞു. ഇത് തീർച്ചയായും വിലയേറിയ ഒരു കല്ലായിരുന്നു. എന്നാൽ അതിൻ്റെ മാന്ത്രിക ഗുണങ്ങളെക്കുറിച്ചുള്ള അതിശയോക്തിപരമായ അവകാശവാദങ്ങൾ
ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. തത്തയുടെ ബുദ്ധിയിൽ രസിച്ച അക്ബർ ചക്രവർത്തി പ്രമുഖ വ്യാപാരിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, സംസാരിക്കുന്ന തത്ത നിങ്ങളുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം തുറന്നു കാട്ടി. യഥാർത്ഥ മാന്ത്രികത സത്യസന്ധതയുടെയും വിനയത്തിൻ്റെയും പാഠങ്ങളിലാണെന്ന് തോന്നുന്നു. അരങ്ങേറിയ നാടകത്തിന് സാക്ഷ്യം വഹിച്ച കോടതി ചിരിയും കയ്യടിയും ഇടകലർന്നു. പ്രധാന വ്യാപാരി തുടക്കത്തിൽ ലജ്ജിച്ചെങ്കിലും തത്തയുടെ ജ്ഞാനം അംഗീകരിക്കുകയും പഠിച്ച വിലപ്പെട്ട പാഠത്തിന് നന്ദി പറയുകയും ചെയ്തു. കച്ചവടക്കാർ പോയപ്പോൾ അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ഒരിക്കൽ കൂടി നിങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ സംസാരിക്കുന്ന തത്തയുടെ ജ്ഞാനവും ഞങ്ങളുടെ കോടതിയിൽ ജ്ഞാനോദയം കൊണ്ടുവന്നു. യഥാർത്ഥ മൂല്യം ഭൗതിക സമ്പത്തിൽ മാത്രമല്ല സദ്ഗുണങ്ങളിലാണ് ഉള്ളതെന്ന ഓർമ്മപ്പെടുത്തലാണ് സത്യസന്ധതയുടെയും വിനയത്തിൻ്റെയും ഗുണപാഠം. ജ്ഞാനത്തിന് അപ്രതീക്ഷിത രൂപങ്ങളിൽ പ്രകടമാകുമെന്ന് സംസാരിക്കുന്ന തത്തയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇടപെടലുകളിലും തീരുമാനങ്ങളിലും വിവേകം, സത്യസന്ധത, വിനയം എന്നിവയുടെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം പോലെ ഒരു രത്നത്തിൻ്റെ യഥാർത്ഥ മൂല്യം പലപ്പോഴും അത് ഉൾക്കൊള്ളുന്ന ഗുണങ്ങളിൽ കാണപ്പെടുന്നു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, you can like, share and subscribe.